വിഭജനങ്ങളുടെ മുറിവ് പെയ്ത ബംഗാൾ, വെളിച്ചം കെട്ടുപോയ ഗ്രാമങ്ങൾ, ഗംഗയുടെ കുത്തൊഴുക്കിൽ ഇടറി വീഴുന്ന വീടുകൾ, ചെളിപുരണ്ട മുസ്ലിം ഗ്രാമങ്ങൾ, പാമ്പാട്ടികളായി പിറക്കുന്ന കുരുന്നുകൾ. അന്ന് 2014 ഒരു പെരുന്നാൾ ദിവസം. ആഘോഷങ്ങളുടേതാകേണ്ട പകലിൽ അഴുക്കുകളിൽ നനഞ്ഞ് ഒറ്റത്തുണി ചുറ്റിയ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കു ചുറ്റും നിരന്നു നിന്നു. വില കുറഞ്ഞ പോളിത്തീൻ കവറുകളിൽ പൊതിഞ്ഞ കുടിലുകൾ അവർക്കൊപ്പം ദയനീയത വിളിച്ചു പറഞ്ഞു. സുഹൈറുദ്ദീൻ നൂറാനി ഓർക്കുന്നു. ഏറ്റവും പ്രധാനമായ മാറ്റം ഒരു പുതിയ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ആ ഇട്ടുവട്ടത്തിനപ്പുറം മറ്റൊരു ലോകമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്ന ഒരു സമൂഹത്തെ നമുക്കിപ്പോൾ കാണാൻ കഴിയും. അതുപോലെ ഉയരങ്ങളിലേക്ക് ചിന്തിക്കുന്ന, വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വലിയ സാധ്യതകൾ, വിദ്യാഭ്യാസത്തിന് വലിയ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും. ഇപ്പോൾ അടുത്തൊക്കെ നമ്മൾ കേട്ട, പ്രത്യേകിച്ച് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസിൻ്റെയൊക്കെ വളരെ നല്ല ഒരുപാട് തുടർച്ചകൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ടായപ്പോൾ നമ്മൾ കേട്ട മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം അവിടെ കേൾക്കാൻ തുടങ്ങി. അതിലേക്ക് ഒരുപാട് കുട്ടികൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. മാതാപിതാക്കളും അതിന് കുട്ടികളെ പറഞ്ഞയക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. എല്ലാവർക്കും പഠിക്കണം, പഠിച്ചാലേ എന്തെങ്കിലുമൊക്കെ ആവൂ എന്ന ഒരു സ്വഭാവത്തിലേക്ക് ജനങ്ങൾ മാറി തുടങ്ങി എന്ന് തന്നെയാണ് ആ ഒരു ഏരിയയെ സംബന്ധിച്ച് നമ്മൾ പറയാൻ കഴിയും. നമ്മളവിടെ ചെല്ലുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആ ഗ്രാമം, ആ ഏരിയയുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും രാവിലെ ആ വലിയ ബീഡി കമ്പനികളുടെ വണ്ടികൾ വരും. അവരുടെ പുകയില ആ പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ ഇറക്കിക്കൊടുക്കും. അതിന് ഏജൻറ്റുമാരുണ്ടാവും. ആ ഏജൻറ്റുമാർ ഇറക്കിക്കൊടുക്കുന്ന പുകയിലകൾ ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ കുടിലുകളിലുള്ള സ്ത്രീകൾ, അവരുടെ കുട്ടികൾ ഒക്കെ ഇരുന്ന് ഈ ബീഡി തെറുത്ത് അത് വിറ്റുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ആ തെറുത്ത് കൊടുത്തുകൊണ്ടായിരുന്നു അവരുടെ ഉപജീവന മാർഗം കണ്ടിരുന്നത്. പിന്നീട് നമ്മളവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ പ്രധാനമായും സ്ത്രീകൾ സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ വന്നു തുടങ്ങി. വലിയ പ്രായമുള്ള സ്ത്രീകൾ, മുതിർന്ന സ്ത്രീകൾ, 25 മുതൽ 60 വരെയൊക്കെ വയസ്സുള്ള സ്ത്രീകൾ പഠിക്കാൻ വന്നു തുടങ്ങി. അതോടുകൂടി അവരുടെ വീടുകളിൽ വലിയ മാറ്റം സംഭവിച്ചു. ഇപ്പോൾ ആ ഏരിയകളിലൊന്നും ബീഡി തെറിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു മദ്രസയെങ്കിലും പ്രവർത്തിക്കുന്ന ഗ്രാമമുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് കാണാനേ കഴിയില്ല. അന്നത്തിനായി ഭീതിയുടെ മകുടി ഊതുന്നവർക്ക് എന്ത് വിദ്യാഭ്യാസം, എന്ത് സ്വപ്നങ്ങൾ, എന്ത് ചരിത്രബോധം! ഈ വരണ്ട സ്ഥലികളിലേക്കാണ് ഉസ്താദും ത്വയ്ബ ഗാർഡനും നടന്നു കയറുന്നത്. 10 സംവത്സരങ്ങൾ പിന്നിടുന്നു. ഇന്ന് ഈ ദരിദ്ര ഗ്രാമങ്ങളിൽ അക്ഷരങ്ങളുടെ വെളിച്ചമുണ്ട്. കുഞ്ഞു ഹൃദയങ്ങളിൽ സ്വപ്നമുണ്ട്. പള്ളികൾ, ബംഗ്ലാ സ്കൂളുകൾ, സമന്വയ കലാലയങ്ങൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, മദ്രസകൾ, പ്രീ സ്കൂളുകൾ, മക്തബ പഠന കേന്ദ്രങ്ങൾ, ദൗറ ഫിനിഷിംഗ് സ്കൂൾ, പെൺകുട്ടികൾക്ക് താമസിച്ചു പഠിക്കാവുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, കുടിവെള്ള പദ്ധതികൾ. കുട്ടികൾ, നമ്മൾ ആദ്യം കാണുന്ന സമയത്തുള്ള കുട്ടികൾ വളരെയേറെ മുടിയൊക്കെ ചട പിടിച്ച് ആകെ പൊടിയുള്ള, തീരെ വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന കുറേ കുട്ടികളായിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. അതുപോലെ തന്നെ അവിടുത്തെ മറ്റു ജനങ്ങൾ ഇവർക്ക് തീരെ ഒരു നിലക്കുള്ള വിലയും കൽപ്പിച്ചിരുന്നില്ല. എത്രയെന്ന് വെച്ചാൽ അവിടുത്തെ പള്ളികളിലേക്ക് ഇവർക്ക് പ്രവേശനം വിലക്കിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതുപോലെ പൊതു സ്ഥലങ്ങളിൽ, ജനങ്ങൾ ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നമ്മളവിടെ പോയി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റം വന്നു. അവർ മനുഷ്യരാണ് അവർക്കും പൊതുജനങ്ങൾക്കും തോന്നുന്നൊരു സാഹചര്യത്തിലേക്ക് മാറി. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവിടെ നമ്മൾ പഠിപ്പിച്ചൊരു പെൺകുട്ടി 10th പാസ്സായി. ആദ്യമായിട്ടാണ് ആ ഗ്രാമത്തിലൊരു കുട്ടി 10th പാസ്സായി. ആ കുട്ടി ഇപ്പോൾ +1 പഠിച്ചു തുടങ്ങി. അതുപോലെ അവിടെ നിന്ന് പഠിച്ച്
ഏകദേശം 7ാം ക്ലാസ്സൊക്കെ പാസ്സാകുന്ന കുട്ടികൾ നമ്മുടെ മെയിൻ ക്യാമ്പസിൽ വന്ന് ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾ അവിടെയുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് ആ നാടിനെ മാറ്റാൻ നമുക്ക് സാധിച്ചു. അതോടുകൂടി തന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പിന്നെ ആ പ്രദേശം ഇപ്പോൾ ത്വയ്ബ ഗാർഡൻ്റെ മെയിൻ ക്യാമ്പസ് നിൽക്കുന്ന ഏരിയകളിൽ തന്നെ ഉള്ള കുട്ടികൾ ഡിഗ്രി പൂർത്തീകരിച്ചു. അവർ അതായത് 10th വരെ പഠിക്കുമെന്ന് പോലും സ്വപ്നം കാണാത്ത കുട്ടികൾ, അതല്ലെങ്കിൽ നമ്മളെടുത്ത് സ്കൂളിൽ ഒരു ക്ലാസ്സിൽ പോലും ചേരാൻ പ്രാപ്തരല്ലാത്ത കുട്ടികൾ, അവർ നമ്മളെടുത്ത് വന്ന് 7ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 13 വയസ്സിൽ നമ്മളെടുത്ത് വന്ന് പഠനം ആരംഭിച്ച് ഇപ്പോൾ ഡിഗ്രി പൂർത്തീകരിച്ച് അവർ നമ്മളെ കൂടെ നമ്മളെപ്പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുള്ള ത്വയ്ബ ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ്, അതുപോലെ ഓർഫനേജ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, പിന്നെ സ്കൂള് ബംഗ്ലാസ് മീഡിയം സ്കൂളും വർക്ക് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളും വർക്ക് ചെയ്യുന്നുണ്ട്. ഹിഫ്ള് സ്ഥാപനം സ്കൂൾ ഓഫ് ഖുറാൻ എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ദൗറ നമ്മളെ നാട്ടിൽ നിന്നും അതുപോലെ അവിടെ നിന്നും, പ്രത്യേകിച്ച് അവിടെ നിന്നും ഏകദേശം കിതാബുകളൊക്കെ ഓതി കഴിഞ്ഞ കുട്ടികൾക്കൊരു ഫിനിഷിംഗ് സ്കൂൾ എന്ന രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൗറ സംവിധാനവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബംഗാളിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ കൽക്കത്തയിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസിൻ്റെ പ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഉത്തര ദിനാജ്പൂർ എന്ന് പറയുന്ന അടുത്ത ഡിസ്ട്രിക്റ്റാണ്, അവിടെയും ഒരു ക്യാമ്പസുണ്ട്. മാൾഡ ഡിസ്ട്രിക്റ്റിൽ മറ്റൊരു ക്യാമ്പസുണ്ട്. പിന്നെ ബംഗാളിൻ്റെ കൽക്കത്തയുടെ ഭാഗത്ത് ദിഗ എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവിടെ ഒരു ക്യാമ്പസ് സ്കൂള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബംഗാളിൻ്റെ പുറത്ത് ഒറീസയിൽ കട്ടക്കിൽ ഒരു സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജാർഖണ്ഡിലെ ഗൊഡ്ഡ എന്ന് പറയുന്ന പ്രദേശത്ത് സ്കൂളും കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ബീഹാറിലെ മധുബനി എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളും കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രധാനമായും ക്യാമ്പസ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്നത്. ബാക്കി സ്ഥലങ്ങളിൽ ചാരിറ്റി അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉത്തർ ദിനാജ്പൂരിൽ തറക്കല്ലിട്ട സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ആസാം, ബീഹാർ, ത്രിപുര, ഛത്തീസ്ഗഡ്, മണിപ്പൂർ, ജാർഖണ്ഡ് തുടങ്ങിയ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രൗഢമായി വളരുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളുടെ ത്വയ്ബ വിദ്യാഭ്യാസ മുന്നേറ്റം രൂപപ്പെടുത്തിയ ആയിരക്കണക്കിന് പഠിതാക്കൾ ഈ ഗ്രാമങ്ങൾക്ക് പ്രതീക്ഷ പകരുന്നു. അവിടേക്ക് നമ്മൾ പിന്നെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള നമ്മൾ ഒരുപാട് പദ്ധതികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി നമ്മുടെ ഇപ്പോൾ 1000-ഓളം വരുന്ന പ്രൈമറി എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സുകൾ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നമ്മുടെ നാട്ടിലെ മദ്രസകൾക്ക് സമാനമായ ഒരു സംവിധാനം എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഏറെക്കുറെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിലൂടെ ആ കുട്ടികൾ സ്കൂളിലേക്ക് കൂടി പോകണം എന്ന നിർബന്ധം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മദ്രസയിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് വരുന്ന എല്ലാ കുട്ടികളും സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ യാത്രകൾ നടത്തുമ്പോൾ നമ്മൾ ഓരോ പ്രദേശങ്ങൾ കാണുന്നു, അവിടേക്ക് ആവശ്യമായ രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുന്നു, അതവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യാറുള്ളത്. കാരണം അങ്ങനെ ഒരു നാടിന് തേടിപ്പോകുന്നതിനേക്കാളും നമ്മൾ യാത്രകൾക്കിടയിൽ തന്നെ നമുക്കിങ്ങനെ ഒരുപാട് സാഹചര്യമുള്ള ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ലാസ്റ്റ് എത്തിപ്പെട്ടിട്ടുള്ള ഗ്രാമം ഉത്തർ ദിനാജ്പൂരിലെ ഇറ്റ്ഹാർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് അവിടേക്കുള്ള ഒരു പുതിയ ലാൻഡ് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അവിടെ ഒരു പുതിയ പദ്ധതി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ബീഡി തെറുത്ത് ജീവിതം നെയ്തു തീർക്കാൻ പഠിച്ച ഉമ്മമാർ ഇന്നിവിടെ വിദ്യാർത്ഥിനികളാണ്. ആളുകൾ അകറ്റി നിർത്തിയിരുന്ന ചടപിടിച്ച ബാല്യങ്ങൾ വൃത്തിയായി വസ്ത്രം ധരിച്ച് അറിവ് നുകരാൻ പുറപ്പെടുന്നു. പ്രാഥമിക പാഠങ്ങൾ വരെ നിഷേധിക്കപ്പെട്ടവർ 10ാം തരവും പാസ്സായി വെല്ലുവിളികളോട് സംസാരിക്കുന്നു. ഇങ്ങനെ കരുണയുടെ കാതങ്ങൾ നടന്ന് സുൽത്താനുൽ ഉലമ വിരിച്ച വഴികളിലെ ഊർജം നുകർന്ന് ഒരു കൂട്ടം പണ്ഡിതർ തീർത്ത വിപ്ലവ നേരങ്ങളാണിത്. പോകാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഉസ്താദ് അബ്ദുൽ ഹക്കീം അസരി ഉസ്താദും അതുപോലെ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ തന്നെയാണ് അതിൻ്റെ പ്രചോദനം എന്ന് പറയാവുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായി മർക്കസ് ഗാർഡനിൽ മദീനത്തുന്നൂറിൽ പഠിക്കുന്ന സമയത്ത്
ഉസ്താദ് ഓരോ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും ആ സ്ഥലങ്ങളിലെ സാഹചര്യങ്ങളെ വിദ്യാർത്ഥികളായ നമുക്കിടയിൽ ചർച്ചയ്ക്ക് വെക്കുകയും അവിടുത്തെ സാഹചര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് ശരിക്ക് അങ്ങനെ ഒരു മാനസികമായി അതിന് തയ്യാറെടുത്തത്. പിന്നീട് പഠിക്കാൻ വേണ്ടി ഡൽഹിയിലേക്കും അതുപോലെ PG പഠനത്തിന് വേണ്ടി ഡൽഹിയിലേക്കും അതിനിടയ്ക്ക് ഗാർഡൻ്റെ റമദാൻ ദാവയുടെ ഭാഗമായി വ്യത്യസ്ത പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ സന്ദർശിക്കാൻ അവസരം കിട്ടുകയും ചെയ്തപ്പോൾ കൂടുതൽ അങ്ങനെ ആവണം എന്ന് ആഗ്രഹമുണ്ടായി. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ അനുകൂലവും കൂടി ആയപ്പോൾ ഏതായാലും അവിടെ പോയാലും അവിടെ നിന്നാലും ഒന്നും പ്രയാസമില്ല എന്ന ബോധ്യത്തിലാണ് അങ്ങോട്ട് മാറാനായിട്ട് സാഹചര്യം ഉണ്ടായത്. കുറേ ആളുകളൊക്കെ പുതിയതായിട്ടും അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും പിന്നെ വരുന്നത് ഒരു ജോലി എന്ന ഒരു മെൻറ്റാലിറ്റി വെച്ചുകൊണ്ടാണ്. അതിൽ നിന്ന് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് നമുക്ക് എവിടെയായാലും ജീവിക്കണം. നമ്മൾ നാട്ടിലായാലും അവിടെയായാലും എവിടെയായാലും നമ്മൾ ജീവിക്കണം. ജീവിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെയും പിന്നെ പുറത്തു പോയാലൊക്കെ നമ്മൾ ചെറിയ ചിലപ്പം പള്ളികളായിരിക്കും, അല്ലെങ്കിൽ മദ്രസകളായിരിക്കും, അതുമല്ലെങ്കിൽ ദർസുകളായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ എന്താണോ നമ്മുടെ ഉദ്യോഗം അതായിരിക്കും നമ്മൾ ഏറ്റെടുക്കുന്ന. അതുപോലെ അവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമ്മളവിടെ പോയി നിൽക്കുന്നതിലൂടെ നമ്മൾ അങ്ങനെ ഒരു പറിച്ചു നടൽ നടത്തുന്നതിലൂടെ ഒരു വലിയ മാറ്റം സാധ്യമാവുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും വലിയൊരു ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ഒരു പ്രയാസമില്ല. പ്രാസ്ഥാനികമായി നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് സാധ്യതകളും വലിയതാണ്. അത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് മാത്രമായിരിക്കും. അതിലേക്ക് നമ്മൾ പഠിപ്പിക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ചാനലിലൂടെ പഠിച്ചു വരുന്ന ഒരു സമൂഹം അതിലേക്ക് പൂർണ്ണമായി വരുന്നൊരു സമയത്തെ നമുക്ക് സംഘടനയെ പൂർണ്ണമായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള പൂളുകളാണ്. അതിനെ നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം. പുതിയ പുതിയ മേഖലകളിലേക്ക്, പുതിയ ഗ്രാമങ്ങളിലേക്ക്, പുതിയ പട്ടണങ്ങളിലേക്ക് നമുക്ക് അതിനെ എത്തിക്കാൻ കഴിയും. അതോടുകൂടെ തന്നെ അതേ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ അതോടുകൂടെ തന്നെ വളർന്നു വരികയും ആ സ്ഥാപനങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന യുവാക്കൾ നമ്മുടെ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ പൂർണ്ണമായി സംഘടനാ പ്രവർത്തനം ആയി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു സംഘടനാ പ്രവർത്തനത്തെ നമുക്ക് അവിടെ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിൽ അധിക സ്ഥലങ്ങളിലും ഓൾറെഡി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കുള്ള ഓപ്ഷൻസ് ഓപ്പണായി കിടക്കണം. അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് വലിയൊരു ഓപ്പണിങ്, അതുപോലെ ഇവിടെയുള്ള വിദ്യാർത്ഥികളെ പൊതു വിദ്യാഭ്യാസ സംവിധാനങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും അതിലൂടെ ആ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെയുള്ള സംഘടനാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു ഇന്ധനം നൽകാനൊക്കെ നമുക്ക് സാധിക്കും. ഇപ്പോൾ ദൈവ ഗാർഡൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഒന്ന് സെൽഫ് സസ്റ്റെയിൻ ആവുക എന്നുള്ളതാണ്. മറ്റൊന്ന് നേരത്തെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് വളരാൻ സാധിക്കും. അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള പ്രോപ്പർട്ടി പോലും ഇപ്പോൾ ദൈവ ഗാർഡൻ്റെ അടുത്തുണ്ട്. അതിനെ ഒന്നുകൂടി പ്രൊഫഷണലിസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് കൂടുതൽ വിദൂരമല്ലാത്ത സമയത്ത് തന്നെ നമുക്ക് സാധിക്കും. ഷംസിയിലെ പാമ്പുപിടുത്തക്കാരുടെ കൈകളിൽ പുസ്തകപ്പച്ച, മാൾഡയിലെ ചെറുപിടിച്ച കുടിലുകളിൽ വായനയുടെ മധുരം, വിളക്കുകാലുകൾ അവസാനിക്കുന്നിടത്ത് തുടങ്ങുന്ന മുസ്ലിം ഊടുവഴികളിൽ ഇന്ന് സുജൂദ് ചെയ്യാൻ തകർന്നു വീഴാത്ത പള്ളികൾ, ഒരു കപ്പ് ചെളി പറ്റാത്ത വെള്ളം കുടിക്കാൻ കിട്ടാത്തിടത്ത് ശുദ്ധജലത്തിൻ്റെ ഉറവ. അറിവാണ് ആയുധം, പഠിക്കുകയാണ് പ്രതിരോധം എന്ന് ഇപ്പോൾ ഈ ഗ്രാമങ്ങൾ പറയും. കൂലിവേലയെടുത്ത് കഷ്ടപ്പെടുന്ന പഴയ തലമുറ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും ആത്മീയ വിദ്യാകേന്ദ്രങ്ങളിലും വളർന്നു വരുന്ന മക്കളെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ട്. അവർ ഈ കടന്നു വന്ന റസൂലിൻ്റെ അനന്തരഗാമികളെ ഓടെ ആലിംഗനം ചെയ്യുന്നുണ്ട്.